ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ പ്ലാൻ എന്താണ്, മുന്നോട്ടേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൽ നിന്നും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. ഈസ് ഓഫ് വാൻസ്, ഹാങ്ഡ് മാൻ, 2 ഓഫ് വാൻസ്, സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് പെൻറ്റിക്കിൾ, 8 ഓഫ് സോഡ്സ്, ഹെർമിറ്റ്, 7 ഓഫ് വാൻസ്, 10 ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഒരു അഡിക്ഷൻ പോലെയുണ്ട്. ഇപ്പോഴും എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഒരു പാഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, സോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം എന്നൊരാഗ്രഹം ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ കുറേയും കൂടി സ്മൂത്തായിട്ട് പോകണം എന്നൊരാഗ്രഹം ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ട്, സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഹൈ ആണ്. ചിലരുടെ കേസിൽ ഇവിടെ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസും ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ സ്മൂത്ത് ഗോയിങ് കണക്ഷൻ്റെ കാര്യം പറയാം. ഇപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികം ലേറ്റ് ആവാതെ തന്നെ അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി എൻഗേജ്മെൻറ്റ്, മാരേജ്, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സർപ്രൈസ് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു മെസ്സേജ്, കോൾ, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകുക, ഒരു സ്ട്രെങ്ത് ഈ പേഴ്സണ് കുറച്ചും കൂടി നിങ്ങൾ തന്നെ മതി, അല്ലെങ്കിൽ ഇനി ഇതിലൊരു മാറ്റമില്ല, ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാനും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം. വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനിയും നോ കോണ്ടാക്ട് സെപ്പറേഷൻ ഉള്ളവരുടെ കാര്യം പറയാം. ഓരോ കാർഡ്സ് ഷഫിൾ ചെയ്തെടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് എത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നു ഈ റിലേഷൻഷിപ്പ്, എത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, കടന്നു പോയിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ ഒരു എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ പേഴ്സണടുത്തുള്ള ആ ഒരു പാഷൻ കാരണമോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാരണമോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോകാൻ സാധിക്കുന്നില്ല. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ആ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുമില്ല, എന്നാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നുമില്ല. ഈ ഒരൊറ്റ പോയിൻ്റാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, മൂവ് ഓൺ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ പോകുന്നുമില്ല, എന്നാൽ ഒരു ക്ലാരിറ്റി ആ പേഴ്സൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സംസാരം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പേഴ്സണ് ശരിക്കും ഇഷ്ടമുണ്ടോ, ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളായിട്ട് ഇനി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ കാരണമാണോ അതോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണോ, ശരിക്കും ഇഷ്ടമുണ്ടോ, എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നാൽ ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊരു കോണ്ടാക്ട് ചെയ്യുന്നതും നിങ്ങൾക്കൊരു ട്രോമ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് മെൻ്റലി, ഫിസിക്കലി ഒക്കെ തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ രീതിയിലും നിങ്ങളിത് ബാധിച്ചിട്ടുണ്ട്. സോ ഹെൽത്തൊക്കെ കുറേ കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ഈ പേഴ്സൺ കാരണം നിങ്ങൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഏറ്റെടുക്കേണ്ടി വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനും മുൻ ജന്മവുമായിട്ട് നിങ്ങൾ കണക്ഷൻ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നു. അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേഴ്സൺ ജീവിതത്തിൽ വന്നു, ഒരിക്കലും വിചാരിക്കാത്തൊരു വ്യക്തിയാണ്, ഈ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിന് ഇങ്ങനൊരു കണക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു വ്യക്തി വരുന്നതായിട്ടും, ഇങ്ങനൊരു വ്യക്തിയുമായിട്ട്
അത്രയും അധികം ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് വരുമെന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഹെർമിറ്റ് കാർഡിലും കാണാൻ പറ്റുന്നു. പലരും നിങ്ങളെയും ഈ വ്യക്തിയെയും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോ അതിലൊന്നും വീഴാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ പേഴ്സണെ സംബന്ധിച്ച് ഇടയ്ക്കൊരു ഡബിൾ മൈൻഡ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ സ്ട്രെങ്ത് ഇല്ല എന്നതാണ്. രണ്ടു പേർക്കും എന്താണ് നടക്കുന്നതിൽ ഒരുമിച്ചൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഈ പേഴ്സൺ ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവരെയും കൂടി നോക്കിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അതേസമയം നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളും ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഈ പേഴ്സൺ വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ച് ചുറ്റുമുള്ളവരെ എല്ലാം ഓക്കെ ആക്കി അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കാൻ നിൽക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ജനറൽ റീഡിംഗ് ആണ്, കൂടുതൽ പേരുടെ എനർജിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും യൂണിവേഴ്സിന് എന്താണ് ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ അവസ്ഥ, ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ, ഈ പേഴ്സണും ഒരു ക്യാഷ് വൈസ് കരിയർ വൈസ് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്ക് മുന്നോട്ടേക്ക് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇതുവരെയും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ആൾക്കൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുവരേക്കും. സോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. സോ ഇതുവരെ ഒരു പ്ലാനും ഇല്ലാതെ ലൈഫ് എങ്ങനെയാണോ അങ്ങനെയും മുന്നോട്ടേക്ക് പോകട്ടെ, ഡേ ബൈ ഡേ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മേ ബി നേരത്തെ ആൾ പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഒരു തീരുമാനങ്ങളും ലൈഫിൽ എടുക്കുന്നുമില്ല. ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് മാത്രം നിൽക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളും അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണുമാണ് നമ്മൾക്ക് ലാസ്റ്റ് യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ പേർക്കും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ്. അതായത് ഒരു ഫാമിലി, മാരേജ്, എൻഗേജ്മെൻറ്റ്, ഒരു ബേബി ഭയങ്കര സന്തോഷകരമായി മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, അഫർമേഷൻസൊക്കെ യൂസ് ചെയ്യുക. 222 22 333 ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണാനുള്ളൊരു ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ്. 777 ഒരു ലക്കിനെയും കൂടി സൂചിപ്പിക്കുന്ന ഏഞ്ചൽ നമ്പറാണ്. 1111 ഒരു പുതിയ തുടക്കത്തെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു മെസ്സേജും കൂടിയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ടും ടെലിപ്പതി ഈ പേഴ്സണായിട്ട് വർക്കൗട്ട് ആകുന്നതായിട്ടും, നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും ഈ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരുന്നതായിട്ടും കാണിക്കുന്നു. ഒരു സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ ഈ പേഴ്സണായിട്ട് ആഗ്രഹം, കല്യാണം കഴിച്ച് ഒരു നല്ലൊരു ഫാമിലി ലൈഫ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റ് മതി, ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്ത് പോകാം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഒരു ഫ്രണ്ട്ഷിപ്പെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, കംപ്ലീറ്റ് ആയിട്ട് നോ കോണ്ടാക്റ്റ് പോകാൻ അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും മാനിഫെസ്റ്റ് ചെയ്യാം. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് പോകാതെ ഒരു കോണ്ടാക്റ്റെങ്കിലും കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ വേറെ വേറെയാണല്ലേ. സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്. ഈ പേഴ്സൺ ചീറ്റ് ചെയ്യുന്നതായിട്ട് കാർഡ്സിൽ കാണിക്കുന്നില്ല. സോ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് എന്താണോ ഫ്യൂച്ചറിൽ ആഗ്രഹം, അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അതിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ഈ ഒരു കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഫോർ ഷുവർ ആണ്. ആ പേഴ്സണ് ഒരു സ്ട്രെങ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് യൂണിവേഴ്സിനടുത്ത് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യാം എന്നതാണ് ഇവിടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. പലർക്കും റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് എന്ന രീതിയിലോ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലും പോകുന്നുണ്ട്. ഈ പേഴ്സണെ ഇനി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും, ഒരു നോ കോണ്ടാക്റ്റോ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടും, ഒരു കോൾ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നേരിട്ട് കാണാൻ പറ്റുന്നൊരവസ്ഥയും ഉണ്ടാകും. ഈ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട്
തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ടെലിപ്പതി വർക്കാവുന്നുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ്. അതേപോലെ തന്നെ ഫ്രീ റീഡിങ്ങിനെ പറ്റി ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ട്, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, എന്ത് കാര്യവും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൽ നിന്നും ഞാൻ 1, 2 അതിൽ കൂടുതലോ ആൾക്കാരെ 10 ഡേയ്സ് കൂടുമ്പോൾ സെലക്ട് ചെയ്ത് വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആരും ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് ചെയ്യരുത് പ്ലീസ്. കാര്യം പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട്. ഫ്രീ റീഡിംഗ് ഞാൻ അനൗൺസ് ചെയ്തതിന് ശേഷം ഒരുപാട് പേരെനിക്ക് ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാനോ പ്രോപ്പറായിട്ട് അവരുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാൻ ഡിലേ ആകുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ചെയ്യരുത്. വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് പേയ്മെൻറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും കോളിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്, ആൻഡ് റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.